മരുമകൻ മന്ത്രിയാണല്ലോ. മരുമകനെ മന്ത്രിയാക്കി, അതൊക്കെ തന്നെയാണ് പ്രശ്നം. അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു, പക്ഷെ അത് ഒഴിവാക്കിയില്ല. മരുമകനെ മന്ത്രിയാക്കി വെച്ചു. മരുമകനെ മന്ത്രിയാക്കിയത് യോഗ്യതയുടെ പേരിലാണെന്ന് പറഞ്ഞാൽ ആളുകളത് വിശ്വസിക്കില്ല. ഇപ്പോൾ മറ്റേ ഗോവിന്ദൻ മാഷുടെ ഭാര്യ, എന്താണ് അവരുടെ പേര്, ശ്യാമള ടീച്ചർ. ശ്യാമള വളരെ വിദഗ്ധയാണെന്നും വലിയ പാർട്ടി നേതാവാണെന്നും ഗോവിന്ദൻ മാഷ് പറഞ്ഞാലും അവർക്കത് കിട്ടിയത് ഗോവിന്ദൻ മാഷുടെ ഭാര്യ എന്ന നിലക്കാണ്. തീർച്ചയായിട്ടും. പിന്നെ അതൊരു പുതിയ പാരമ്പര്യമായിരുന്നു. വിജയരാഘവൻ്റെ ഭാര്യ എന്ന നിലക്കാണ് ബിന്ദു മന്ത്രിസ്ഥാനം കിട്ടുന്നതൊക്കെ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആരോഗ്യരംഗത്തുണ്ടായ ഈ ഗുണഫലങ്ങളൊന്നും മാർക്കറ്റ് ചെയ്യുന്നതിൽ വീണ ജോർജും പരാജയപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി തലയിൽ വന്ന് വെട്ടത് പിണറായിയുടെയാണ്. അത് കാരണം മുഖ്യമന്ത്രിക്കാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കിട്ടുക, എല്ലാ ഡിസ്ക്രെഡിറ്റും മുഖ്യമന്ത്രിയുടെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള ബാക്കി മന്ത്രിമാരെല്ലാം നന്നായി പെർഫോം ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കിട്ടും. അവർ മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രെഡിറ്റും. ഡിസ്ക്രെഡിറ്റിന് മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന് പറയാൻ പറ്റില്ല സാർ. കാരണം അറിയോ, മുഖ്യമന്ത്രിക്ക് അറിയാം ഈ മന്ത്രിയുടെ പെർഫോമൻസ് മോശമാണ്, അങ്ങനെയുള്ളവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കണം, വേറെ ആളെ വെക്കണമായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. അത് ചെയ്തില്ല. അത് ചെയ്യാതിരുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. അതിന് വില കൊടുക്കേണ്ടി വന്നു. മന്ത്രിമാരല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി പ്രതിപക്ഷ നേതാവായിട്ടിരുന്നാൽ പോലും ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ഉടനെ വരും. 1.5 കൊല്ലം മറ്റോട്ടേ ഉള്ളൂ. ആ പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ അളവ് ഇനി അവിടെ കിട്ടണമെന്നില്ല. അതെ, കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആയിരിക്കാൻ പ്രായത്തിൻ്റെ ഇളവ് കൊടുത്ത് അദ്ദേഹത്തെ എടുത്ത് വെക്കേണ്ട ഒരു കാര്യം പാർട്ടിക്കും ഉണ്ടാകില്ല. പിന്നെ അത് മാത്രമല്ല, ഇനി അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടണം. പിണറായി ബോധപൂർവ്വം അങ്ങനെ ഒരാളെ വളർത്തിക്കൊണ്ട് വന്നിട്ടില്ല. അതിൽ ഞാൻ പറയണ പിണറായി വളർത്തിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾ വളർന്നു വരേണ്ടത് പാർട്ടിയാണ് വളർത്തേണ്ടത്. പാർട്ടിയിൽ അങ്ങനെ ഒരാളില്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ്.